പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാകാം നമുക്ക് ഒരു അടിപൊളി നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവരും വായോ. അതിലേക്ക് വേണ്ടി 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ നാരങ്ങ, വലിയ നാരങ്ങ ആയിരുന്നെങ്കിൽ ഒരെണ്ണം മതിയായിരുന്നു. ചെറുതായത് കാരണം 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഒന്നെടുത്ത് എടുക്കാം. നിങ്ങൾ ഇതേപോലെ വന്നിട്ട് തയ്യാറാക്കി നോക്കണം കേട്ടോ. കൊച്ചു പിള്ളേർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. കളർഫുള്ളായിരിക്കും. കുട്ടികൾക്ക് ശരീരം വെളുക്കാനും സൗന്ദര്യം വയ്ക്കാനും എല്ലാത്തിനും നല്ലതാണ്. നമ്മൾ വെറുതെ കളയുന്ന ചെമ്പരത്തി പൂവില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഇതേപോലെ 5 ചെമ്പരത്തി പൂവ്. അതിൻ്റെ ഇതളുകളൊന്ന് പറിച്ചെടുക്കാം. ഇതൊന്ന് കഴുകിയെടുക്കണം പറിച്ചെടുത്തിട്ട്. തലമുടി വളരുന്നതിനും മുടി കറക്കുന്നതിനും എല്ലാത്തിനും പറ്റിയ ഒരു ജ്യൂസ് കൂടെയാണ്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്പരത്തി പൂട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത് ഇനി നാരങ്ങ ജ്യൂസില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം അതിലോട്ട്. ഇനി ഞാനൊരു 3 പുതിനയില എടുത്തിട്ടുണ്ട്. അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിലോട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇഞ്ചി കുറച്ച് മതി കേട്ടോ. ഇനി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പഞ്ചസാരയുടെ കൂടെ. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം അതനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം. 2 ഗ്ലാസ്സിലേക്ക് 2 ഗ്ലാസ് വേണ്ടേ. ഇനി ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ച് കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ജ്യൂസ്. ഇനി ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഇനി ഇതേപോലെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ആദ്യം. നമ്മളിവിടുത്തെ വെള്ളം നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തണുപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടില്ല. തണുപ്പിക്കാതെയാണ് ഇട്ടിട്ട്. തണുത്ത വെള്ളം എടുത്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. എല്ലാ ഭാഗത്തും കിട്ടൂല നല്ല തണുത്ത വെള്ളം. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചാൽ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസ്കസ് ഇല്ലേ കുതിർത്ത, അതിട്ട് കൊടുക്കാം കുറച്ച്.
ഒന്ന് കലക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള വെറൈറ്റി നാരങ്ങ ജ്യൂസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.